ആർക്കും എന്നെ അത്ര എളുപ്പത്തിൽ അപമാനിക്കാൻ സാധിക്കില്ല കേട്ടോ. സർക്കാർ ഉപയോഗപ്പെടുത്തുമ്പോൾ കോൺഗ്രസ് എന്തിനാണ് ഈ അസഹിഷ്ണുത കാട്ടുന്നത്? അതും എന്നോടാണ് ചോദിക്കേണ്ടത്. നോക്കൂ, കോൺഗ്രസിന് എന്റെ കഴിവോ കഴിവില്ലായ്മയെ കുറിച്ച് അവർ വ്യക്തിപരമുള്ള അഭിപ്രായം ഇപ്പോഴത്തെ നേതൃത്വത്തിൽ നിന്നുണ്ടാവാം. അത് അവരോട് ചോദിച്ചാൽ മതി. എനിക്ക് അവർക്ക് അഭിപ്രായം ഉണ്ടാവാൻ പൂർണ്ണ അവകാശമുണ്ട്. പക്ഷെ ഇത് സർക്കാരിന്റെ ഒരു ഡെലിഗേഷനാണ്. സർക്കാരാണ് തെരഞ്ഞെടുത്ത ആൾക്കാരെ അയക്കുന്നത്. അപ്പൊ സർക്കാരിന്റെ അഭിപ്രായം ഒരു പക്ഷെ വേറെ ആയിരിക്കും. അത്രയല്ലേ ഉള്ളൂ. ഞാൻ അതിനെക്കാട്ടെ എന്താ പറയേണ്ടത്? നിങ്ങൾക്കാണ്, നിങ്ങളല്ലേ ഇവിടെ നിൽക്കുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആർക്കും എന്നെ അത്ര എളുപ്പത്തിൽ അപമാനിക്കാൻ സാധിക്കില്ല. നമുക്ക് നമ്മുടെ സ്വന്തം വിലയുണ്ട്. അപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു ചിന്തയുണ്ട്. സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ യെസ് എന്ന് പറയാനേ ആവശ്യമുണ്ടാകുന്നു. അത് ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി മന്ത്രിക്ക് മറുപടി കൊടുത്തതിന് ഇന്ന് രാവിലെ ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ടത് ഇറ്റ് ഈസ് എൻ ഓണർ ആൻഡ് ദ നേഷൻ റിക്വയർസ് മൈ സർവീസസ് ഐ ആം അവൈലബിൾ. അതാണ് എൻ്റെ സന്ദേശം. ദേശ സേവനം നമ്മൾ ഒരു പൗരന്മാരുടെ ഒരു കടമയാണെന്നാണ് എൻ്റെ വിശ്വാസം. അഥവാ രാജ്യത്തിൻ്റെ ആവശ്യത്തിൽ സർക്കാർ എൻ്റെ സേവനം ആവശ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് മന്ത്രി പറഞ്ഞത് നിങ്ങളുടെ അനുഭവവും നിങ്ങളുടെ കഴിവുമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് സംസാരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ സമയത്ത് രാജ്യമാണ്, സർക്കാരാണ് നിങ്ങളുടെ ഈ സേവനം ആവശ്യപ്പെടുന്നത്. ഞാൻ ഉടനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇപ്പോൾ വേണ്ടിയിട്ടും എൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണ്. അതിലൊരു പ്രശ്നമില്ല. നോക്കൂ, ഞാൻ അനാവശ്യമായിട്ട് വേറെ ചർച്ചയിലൊക്കെ കിടക്കുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു കാര്യം ഇത് പുതിയതല്ല. എൻ്റെ അറിവിൽ ഞാൻ ആ സമയത്തൊക്കെ ഇന്ത്യയിലേ ഉണ്ടായിരുന്നില്ല, രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ 2008 നമ്മളുടെ മുംബൈ ആക്രമണം സംഭവിച്ചപ്പോഴും എൻ്റെ ഓർമ്മയിൽ മൻമോഹൻ സിംഗ് സർക്കാരും പിന്നെ MP-മാരും ഡെലിഗേഷൻസ് പല രാജ്യങ്ങൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ലതാണ്. നമ്മളുടെ രാജ്യത്തിൽ ഒരു ആക്രമണമൊക്കെ സംഭവിച്ച സമയത്തിൽ നമ്മളുടെ ഐക്യം, നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതും ഒറ്റ വാക്കിൽ ഒറ്റ സ്വരത്തിൽ സംസാരിക്കുന്നതും ഇത് ഭാരതത്തിന് നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഭാവിയിലും ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ആദ്യം വിളിച്ചത് 2 ദിവസം മുമ്പായിരുന്നു. പിന്നെ ഇന്നലെയാണ് ഒഫീഷ്യലായിട്ട് പറഞ്ഞത്. ആദ്യം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പാർട്ടി നേതാക്കളോട് സംസാരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ മാത്രമല്ല വിളിക്കുന്നത്, പല പാർട്ടികളുടെ പ്രതിപക്ഷ ആൾക്കാരെ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നല്ല കാര്യം തന്നെയാണ്. എനിക്ക് ഈ കാര്യം ചെയ്യാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്. പിന്നെ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുമല്ലോ, എല്ലാ നേതാക്കളെയും വിളിക്കേണ്ടതെന്നും പറഞ്ഞു. അത്ര എനിക്ക് അറിഞ്ഞുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവരുടെ ഇടയിലുള്ള സംസാരത്തിൽ ഞാൻ എനിക്ക് എന്താ ഇടപെടാനുള്ളത്? അത് അവരോട് ചോദിക്കുന്നു. എനിക്കതിനെ വേറെ കുറച്ച് വെറുതെ ചോദിച്ചതിന് വെറുതെ ചോദിച്ചിട്ട് കാര്യമില്ല. ഇത് കഴിഞ്ഞ തവണ ഇതാണ് ചോദിച്ചതല്ലേ? ആരാ വിവാദം ഉണ്ടാക്കുന്നത്? നിങ്ങളല്ലേ വിവാദം. രാജ്യ താല്പര്യത്തെ ബാധിക്കുന്ന വിഷയത്തിൽ ഈ വിവാദത്തിലേക്ക് കൊണ്ടിടാൻ എന്തിനാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം തയ്യാറായത്? ജയറാം രമേശ് ട്വീറ്റ് ചെയ്തു. എല്ലാവരും അറിയുന്നത്. എന്റെ സുഹൃത്തെ, നിങ്ങളൊന്ന് എന്നോട് ചോദിച്ചത് വല്ല കാര്യമുണ്ടോ? അല്ല, ഇത് അഥവാ ഒരു ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? ഞാനൊരു കോള് സ്വീകരിക്കുന്നു, ഞാൻ അതിന് യെസ് പറയുന്നു, ഞാൻ എൻ്റെ പാട് നോക്കുന്നു. ഞാൻ വല്ല വിവാദത്തിന് വേണ്ടി നിങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു അതിശയം തോന്നുന്നു. എന്താ സർക്കാർ എന്നെ ആവശ്യപ്പെട്ടു. ഞാനൊരു പാർലമെന്ററി കമ്മിറ്റിയുടെ ഒരു അധ്യക്ഷനും കൂടിയാണ്. അതിൽ എന്നെ അപ്പോയിന്റ് ചെയ്തത് പാർലമെന്റിന്റെ സ്പീക്കറും കൂടിയാണ്. ആ സ്ഥാനവും അവർ എന്നോട് പറഞ്ഞു, ആ സ്ഥാനത്തിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കടമയെ എടുക്കുന്ന പ്രശ്നമില്ല, ഞാൻ വരാമെന്ന്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ കാര്യത്തിൽ അവർ ചോദിച്ചു, ഞാൻ സമ്മതിച്ചു. ഇനിയും കാട്ട് എനിക്ക് എൻ്റെ ഭാഗത്ത് വേറെ ഒന്നും പറയാനില്ല. ഇനി വേറെ വല്ലവർക്കും പറയാനുണ്ടെങ്കിൽ ഞാൻ അത് വിട്ടുകൊടുക്കുന്നു. താങ്ക്സ്. ഇതിന് രാഷ്ട്രീയത്തിൽ എന്താണ് ഒരു സ്പെസിഫിക് വിഷയമാണ് വന്നിരിക്കുന്നത്. ആ വിഷയത്തിന് അതീതമായിട്ട് ഒരു സംസാരവും നടന്നിട്ടില്ല. വേറെ ഏത് പാർട്ടിയുടെ ഒപ്പവും വേറെ ഏത് വ്യക്തിയുടെ ഒപ്പവും. എന്നെ വിളിച്ചത് പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്ററായ ശ്രീ കിരൺ റിജിജുവാണ്. വേറെ ഒരു മനുഷ്യൻ എന്നെ വിളിച്ചിട്ടില്ല. ആ പാർട്ടിന്നോ സർക്കാരിന് എവിടുന്നോ. ഇതൊരു പാർലമെന്ററി വിഷയമായിട്ട് MP-മാരുടെ
ഒരു ആക്ടിവിറ്റി ആയിട്ട് മാത്രമാണ് എന്നെ അറിയിച്ചിരിക്കുന്നത്. വേറെ ഒരു ചോദ്യവും ചോദിക്കാൻ ഒരു ആവശ്യമില്ല. ഇതിൽ അങ്ങനെ വിഷയങ്ങൾ വന്നിട്ടുമില്ല. ഇതിനകത്തിപ്പോൾ സ്വാഭാവികമായിട്ടും 4 പേരുകളുടെ കാര്യം ഇങ്ങനെ പുറത്തുവിടേണ്ടിയിരുന്നോ കോൺഗ്രസ്? കാരണം അന്ന് പാർട്ടി അത് അവരോട് ചോദിക്കൂ, എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, അവരോട് ചോദിച്ചു.